ഓ മൈ ഗോഡ്, അമ്മി ക്യാമറ ഒന്നും പെട്ടു കൊടുക്കണ്ട കേട്ടോ. യൂസ് ചെയ്തോണ്ടിരിക്കും. ഇത് ലൈവല്ലേ? ഞങ്ങളൊരു ഹലോ, ഇന്നിപ്പോൾ ഓഫീസിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ KFC കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അതുമാത്രമല്ല, നമ്മൾ ഒരു 2 hours കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഫുൾ എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കും. നമ്മളോരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മന്ത്ലി ഒരു ദിവസം അങ്ങനെ ആട്ടോ. അതായത് ഫുൾ ടൈം വർക്കൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഗെയിംസും കാര്യങ്ങളും ഫുഡൊക്കെ ആയിട്ട് അടിച്ചു പൊളിയാട്ടോ. ഹാഫ് ഡേ ഉള്ളൂ, അങ്ങനെ അതാണ് പരിപാടി. അപ്പോൾ ഇന്നെല്ലാവരും ആ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. ആരും വലിയ കാര്യമായിട്ട് പണിയെടുക്കാനുള്ള മൂഡിലൊന്നും അല്ല. വലിയ സീരിയസ് ആയിട്ടുള്ള പണികളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഫ്രീ ആണ്. സീരിയസ് ആയിട്ടിരുന്ന് പണിയെടുക്കാട്ടോ. എന്തത് എന്തായിരുന്നു വാങ്ങണേ? പിസ്സ. നമ്മൾ ഗെയിം കളിക്കാനുള്ള മെറ്റീരിയൽസ് തപ്പാൻ വേണ്ടി പോവാണ്. ഇത് ശ്രുതിയാണ്. വാങ്ങിയല്ല ചോക്ലേറ്റ് ലോലിപോപ്പ് ഏത് ജ്യൂസാ? ഗ്രേപ്പ്, ചില്ലി, ലെമൺ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗെയിമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോരോ സാധനങ്ങൾ കിട്ടുക. ഇവിടെ നമ്പേഴ്സ് എഴുതണം. അപ്പം നമ്പേഴ്സ് ഇപ്പം ഞങ്ങൾ എഴുതി കഴിഞ്ഞാൽ റെഡി ആവില്ല. ഗെയിം കളിക്കാത്ത ആരെങ്കിലും കൊണ്ട് നമ്പർ എഴുതിക്കണം കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയും വേറെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. നമ്മൾ കുറേ അടിപൊളി ഗെയിംസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല, എന്നാൽ നമ്മൾ മാക്സിമം കളിച്ചോളൂ. അയ്യോ, ചേട്ടൻ നല്ലോണം കഴിക്കണം. ഇല്ല ഇല്ല, പകുതി മതി കഴിക്ക. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടാ ഡാർക്ക് ചോക്ലേറ്റ്. പക്ഷെ ഇത് 100% കൊക്കോ ഉള്ള ചോക്ലേറ്റ് ആണ്. ഓ മലയാളമാണോ? അരമ്പള സാറൻ കിന്നരോ അരക്കള്ളം മുക്കകളൻ. ഞങ്ങളങ്ങനെ ഓരോരോ ഗെയിംസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം തംസ്രാശാണ് കളിക്കുന്നത്. എല്ലാവരും ഇൻക്ലൂഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആരും മാറി നിൽക്കുകയോ ഒന്നും ഉണ്ടായില്ല. പ്രായമോ പൊസിഷനോ ഒന്നും നോക്കാണ്ട് എല്ലാവരും ഒന്നായിട്ട് തന്നെ ആട്ടോ കളിച്ചുകൊണ്ടിരിക്കണേ. ഇത് ഞങ്ങളുടെ ഓണർ ആട്ടോ, ലിയോ സാറും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഇൻവോൾവ് ആയിട്ട് എല്ലാ ഗെയിംസിലും ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഫൺ മൊമെൻറ്റ്സ് ഒക്കെ കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ ശരിക്കും ഓഫീസിൽ വരാനും വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും കേട്ടോ. അതായത് ഫുൾ ടൈം വർക്ക് മാത്രമാകുമ്പം നമുക്ക് ആർക്കാണെങ്കിലും ഓഫീസിനോടൊരു വെറുപ്പുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടാട്ടോ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ആരെയും ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് അങ്ങനത്തെ വർക്ക് പ്രഷറും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളെല്ലാവരും ഇഷ്ടത്തോടു കൂടി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. ഇവിടെ UAE അധികം കമ്പനീസിലും വർക്ക് പ്രഷറൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. നമുക്ക് വർക്ക് പ്രഷർ ഇല്ല എന്നല്ല, നമുക്ക് നല്ല രീതിയിൽ പ്രഷറുള്ള ജോലി തന്നെയാണ്. പക്ഷേ എല്ലാ ടൈമിലും നമ്മൾ ആ പ്രഷറും കൊണ്ട് നടക്കാറില്ല. നമുക്ക് റിലാക്സ് ചെയ്യേണ്ട സമയത്തൊക്കെ മാക്സിമം ആ ഒരു ടൈമൊക്കെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്തിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാറുണ്ട്.
ഇനിത് അടുത്ത ഗെയിം ആട്ടോ. ഞാൻ ഈ ഒരു ഗെയിമൊക്കെ എങ്ങനെ കളിക്കേണ്ടതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം ഇത് ചുമ്മാ തട്ടിക്കൂട്ടിയതാട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഗെയിമിൽ. മാക്സിമം എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയ പോലത്തെ ഗെയിംസൊക്കെ ആട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു ഗെയിം ശരിക്കും നല്ല രസമായിരുന്നേ. ആ ഒരു ബലൂൺ ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കണം കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മൾ ഈ തട്ടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പിരമിഡ് ഉണ്ടാക്കേണ്ട കാര്യം ഓർക്കൂല, പിരമിഡ് ഉണ്ടാക്കേണ്ട നേരത്ത് തട്ടേണ്ട കാര്യവും വിട്ടുപോകും കേട്ടോ. നമ്മൾ രണ്ടും കൂടി മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഈ കാണുന്ന അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, കുറച്ച് ഒരു ശ്രദ്ധ വേണ്ട ഒരു കാര്യമായിട്ടാ. ഇനിയിപ്പം ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാട്ടോ. ഇങ്ങനത്തെ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിൻ്റെ പിറകെ തന്നെ ആയിരിക്കും. അങ്ങനെ ഗെയിം കളിക്കാനൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായില്ല, എല്ലാം പ്ലാൻ ചെയ്യാൻ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടായല്ലോ കേട്ടോ. കളിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് ഇങ്ങനെ മനസ്സിലായത്. ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു, പിരമിഡൊക്കെ ഓൾമോസ്റ്റ് സ്പീഡിൽ തന്നെ റെഡിയാക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ എൻ്റെ 2 ഗ്ലാസ് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇരിക്കുകയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരെണ്ണം എടുക്കാനുള്ള ഒരു ഗ്യാപ്പും കിട്ടുന്നുണ്ടായില്ല, വേറെ ഗ്ലാസ് ഒന്നും അവിടെ ഉണ്ടായില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് എത്തിയപ്പോൾ ബലൂണ് കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഗ്ലാസ് എടുത്തിട്ട് വന്നിട്ടോ. അത് പക്ഷെ ഫൗളായിരുന്നു, അങ്ങനെ ഞാൻ ഔട്ടായി. ഇതിലങ്ങനെ ജയവും തോൽവിയൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും ഒരു രസത്തിന് വേണ്ടിയിട്ട് ചുമ്മാ ഫണ്ണായിട്ട് കളിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിസ്സ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് പിസ്സ കഴിക്കുകയാണേ. ബാർബിക്യൂ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നേ. ഇതിലിപ്പോൾ പുതിയതായിട്ടുള്ള ന്യൂട്ടല്ലയുടെ ഫ്ലേവറിലുള്ള പിസ്സ ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, പക്ഷേ ഓക്കെ ആട്ടോ, കുഴപ്പമുണ്ടായില്ല. നമ്മൾ പൊതുവേ പിസ്സ സ്പൈസി ആയിട്ടുള്ളതല്ലേ കഴിക്കണേ, അതിൻ്റെ ഇടയ്ക്ക് ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. എന്നാലും ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള പിസ്സയുടെ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നിങ്ങൾ എന്താ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ 2 അഭയാർത്ഥികൾ വഴിയിലെ ആൾക്കാരെ കുറിച്ച് നമ്മൾ കൊണ്ടുപോകണ്ടാ. ചോദിക്കലും പറയലൊന്നുമില്ല, ഞങ്ങൾ കയറി ഇരുന്ന് വീട്ടിൽ കൊണ്ടാക്കി അത്ര സന്തോഷം. കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിലോട്ടാട്ടോ പോയിട്ടുണ്ടായേ. സാധാരണ ഓഫീസിൽ നിന്ന് എപ്പോഴും സാറ്റർഡേ ഇപ്പോൾ കുറച്ചായിട്ട് ഇവ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വീട്ടിൽ പോവാറ്. മുന്നേന്ന് വെച്ചാൽ ഓടിപ്പോയായിരുന്നു, കാരണം ഇവ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓടിപ്പോയി വീട്ടിലെത്തിയിട്ടേ ഫുഡ് കഴിക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതിയെ പോവാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങി കഴിക്കുകയാണേ. എൻ്റെ വീട്ടിൽ സ്ഥലമില്ല, ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇരുന്നിട്ട് കുത്തി കയറ്റാട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടും തീരണില്ല കേട്ടോ. ഒരുപാടൊന്നും വാങ്ങാനില്ല, പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഉള്ള സമയം വെച്ചിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മെയിനായിട്ട് അഫിക്ക് ജീൻസ് വാങ്ങണമായിരുന്നു, ഷർട്ട് വാങ്ങണമായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആട്ടോ വാങ്ങാനുണ്ടായേ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശരിക്കും ഇന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനുണ്ടായില്ല. ഞാൻ കുറേ നേരം ഇങ്ങനെ പിറകെ നടപ്പുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അതും ഇതും നോക്കിക്കൊണ്ടൊക്കെ നടപ്പുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇന്നെന്തോ ഒരു വയ്യായ്ക ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ആകെ ക്ഷീണമായിട്ടുണ്ടായി. അഫിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ കുറച്ച് നേരം മതി എന്നൊക്കെ ആട്ടോ അഫി വലിയ ഡയലോഗ് അടിക്കാറുള്ളത്. പക്ഷെ ശരിക്കും എന്നെക്കാളും കഷ്ടമായിട്ട് അഫിയുടെ കാര്യം. ഞാനിങ്ങനെ കുറച്ചധികം നേരം എടുക്കാറുണ്ട്, പക്ഷേ എന്നെക്കാളും കൂടുതൽ തിരഞ്ഞ് ഡ്രസ്സുകൾ വാങ്ങുന്ന ആൾ അഫയാണ്. കുറേ നേരം ഇങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വയ്യാണ്ടായി, എൻ്റെ കാലൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ഓരോ ഷോപ്പിൽ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നേ. ഈ ഷൂ ആണെങ്കിലും കുറച്ചൊരു ടൈറ്റ് പോലെ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ എനിക്ക് കാലും നല്ല വേദന എടുക്കുന്നുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ മാക്സിലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ല ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ ജസ്റ്റ് അതൊക്കെ എടുത്തൊന്ന് ഇങ്ങനെ വെച്ച് നോക്കി. സാധാരണ ഞാനിതൊക്കെ ഇട്ട് നോക്കാറാണ് പതിവ്, പക്ഷേ ഇന്നെനിക്ക് ഇട്ട് നോക്കാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഭംഗിയുണ്ടോ. പക്ഷേ അവിടെ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വാങ്ങാനൊന്നും
നിന്നില്ല, ജസ്റ്റ് നോക്കിയിട്ട് വന്നിട്ടാ. ആവശ്യത്തിനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ കയ്യിലുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നാട്ടിലാകെ 10 ദിവസമല്ലേ ഉള്ളൂ, അതിൽ 3-4 ദിവസം കല്യാണത്തിന് പോവും. ആ ദിവസം ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ദിവസത്തെ ഡ്രസ്സല്ലേ, അതൊക്കെ കയ്യിലുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ വീണ്ടും വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ അങ്ങനെ വന്നിരിക്കുകയായിരുന്നേ. എന്നെ ഇങ്ങനെ കൂടെ നടത്തിച്ച് കഴിഞ്ഞാൽ വയ്യാന്ന് പറഞ്ഞ് ശല്യം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ തന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എണീറ്റ് ചെല്ലും കേട്ടോ. എനിക്കിങ്ങനെ ഇവിടെ ഇരിക്കാനും വയ്യ എന്നാൽ നടക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ അഫയുടെ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കി ഷോപ്പിംഗ് ഒക്കെ നാളത്തേക്ക് എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് കാണാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ മേബലിൻ്റെ ഈ ഒരു ബേബി ലിപ്സ് ആട്ടോ. ഇത് പണ്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു ലിപ് ബാം ആയിരുന്നു. ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാത്ത സമയത്ത് യൂസ് ചെയ്തിരുന്നൊരു പ്രോഡക്റ്റാണ്. ഇപ്പം ഞാൻ അതൊരു നൊസ്റ്റാൾജിക്ക് വേണ്ടി വാങ്ങിയ കേട്ടോ, പക്ഷേ സ്റ്റിൽ നല്ല പ്രോഡക്റ്റാണ്. അടുത്തത് മാമാർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. റൈസിൻ പഞ്ച് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ നെയിം വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡാട്ടോ ഇത്. അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇപ്രാവശ്യം ഞാൻ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക് ആട്ടോ അധികം വാങ്ങിയിട്ടുള്ളത്. നോക്കി, ഇതും നല്ലൊരു ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. കുറേ നാളായിട്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അധികം ന്യൂഡ് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യൽ. അങ്ങനെ ഞാൻ വാങ്ങിയതാട്ടോ ഈ 2 ഷെയ്ഡ്സ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ക്രാൻബെറി ക്രഷ് എന്നാട്ടോ. അടുത്തത് ലാക്മിയുടെ ഈ ഒരു ലൂമി ക്രീമാണ്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ പിന്നെ വാങ്ങിയതാട്ടോ. നല്ലൊരു അടിപൊളി ക്രീമാണ്. നമുക്കൊരു മോയ്സ്ചറൈസറായിട്ടും ഒരു മിനിമൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാട്ടോ ഇത്. ഇനി അവസാനമായിട്ടുള്ളത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ മേബലിൻ്റെ കൊളോസൽ കാജലാട്ടോ. അപ്പോൾ ഈ 5 പ്രോഡക്റ്റ്സ് ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി ഫോളോ ചെയ്ത് വെച്ചോട്ടോ. കാരണം നമ്മൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.